പുരുഷന്മാരിൽ ഉദ്ധാരണക്കുറവ് എന്ന് പറയുമ്പോൾ അതിനെ എറക്ടൈൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയും. അപ്പോൾ അതിനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും കോമൺ ആയിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ആങ്സൈറ്റി അല്ലെങ്കിൽ സൈക്കോജനിക് ഫാക്ടേഴ്സാണ്. അതായത് ഒരു സിറ്റുവേഷണൽ അല്ലെങ്കിൽ ഒരു കോൺസെൻട്രേഷൻ ഇല്ലായ്മ അല്ലെങ്കിൽ ആങ്സൈറ്റി, ഇതാണ് നമ്പർ 1 കോസ് എന്ന് പറയുന്നത്. പക്ഷേ ഇത് കൂടാതെ വേറെയും കോസസ് ഉണ്ട്, അതായത് ഓർഗാനിക് കോസസ്. അതിൽ നമ്പർ 1 ഡയബറ്റീസ് ആണ്. അത് എസ്പെഷ്യലി ഡയബറ്റീസ് അൺകൺട്രോൾഡ് ആണെങ്കിലോ ഒരു 10 വർഷത്തിന് മേലെ ആയിട്ടുണ്ടെങ്കിലോ. ഇത് കൂടാതെ ഉണ്ടാകുന്ന കാരണങ്ങൾ ഹോർമോണൽ പ്രശ്നങ്ങളാണ്. അതായത് നമ്മുടെ സെക്സ് ഹോർമോൺസ്, ടെസ്റ്റോസ്റ്ററോൺ കുറവ്, അല്ലെങ്കിൽ തൈറോയ്ഡ് ഇഷ്യൂസ്, അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിൽ നിന്ന് വരുന്ന ഹോർമോൺസിൻ്റെ ഇഷ്യൂസ്. അപ്പോൾ ഇത് കൂടാതെ വരാവുന്ന കണ്ടീഷൻസാണ് ഈ ഫൈമോസിസ് പോലത്തെ കണ്ടീഷൻസ്. അതായത് ഇപ്പോൾ സ്കിന്ന് പുറകോട്ട് പോകുന്നില്ല, അങ്ങനത്തെ കണ്ടീഷൻസ്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ചെയ്യാനുള്ളത് ഇത് എന്താണ് ഇതിനുള്ള കാരണം എന്നുള്ളത് ഡയഗ്നോസ് ചെയ്യാം. അപ്പോൾ അതിന് നിങ്ങൾ അടുത്തുള്ള യൂറോളജിസ്റ്റിനെ പോയി കാണും. അവർ ഈ കാരണങ്ങൾ ഈ കണ്ടീഷൻസ് ഓരോന്നായിട്ട് നോക്കി അത് ഈ ഡയഗ്നോസ് ചെയ്യായിരിക്കും ചെയ്യുന്നത്. അതിനുശേഷം അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ബേസിക്കലി നമുക്ക് ഈ എറക്ഷൻ വരുന്നത് പെനിസിലോട്ടുള്ള ബ്ലഡ് ഫ്ലോ കൂടുമ്പോഴാണ്. അപ്പോൾ ബ്ലഡ് ഫ്ലോൻ്റെ കുറവാണെങ്കിൽ അത് കൂട്ടാനുള്ള ടാബ്ലറ്റ്സ് ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അതേപോലെ സൈക്കോജനിക് ഫാക്ടേഴ്സ് ആണെങ്കിൽ അത് കറക്റ്റ് ചെയ്യും. പിന്നെ ഓർഗാനിക് കോസസ്, ഇപ്പോൾ ഡയബറ്റീസോ അല്ലെങ്കിൽ ഹോർമോൺ പ്രശ്നങ്ങളാണെങ്കിൽ അതാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. അപ്പം ഇങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ആദ്യം അതിന് വേണ്ടി വരിക ഒരു പ്രോപ്പർ ഡയഗ്നോസിസ് ആണ്. അതിനുശേഷം ടാർഗറ്റഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്, അതായത് എന്താണ് കോസ് എന്നുള്ളത് നോക്കിയിട്ട് അതിനുള്ള ട്രീറ്റ്മെൻറ്റ്. ഇപ്പം പ്രത്യേകിച്ച് കോസൊന്നും കിട്ടുന്നില്ല, ഇത് ബേസിക്കലി ഒരു ബ്ലഡ് ഫ്ലോൻ്റെ ഇഷ്യൂ ആണ്, അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ടാബ്ലറ്റ്സ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ടാബ്ലറ്റ്സിൽ ശരിയാവാത്ത കേസസ് ആണെങ്കിൽ ചിലപ്പോൾ ഡിവൈസസ് ഉപയോഗിക്കേണ്ടി വരും. ഈ ഡിവൈസസ് എന്ന് പറയുമ്പോൾ അതിന് വാക്വം ഡിവൈസ് ഉണ്ട്, എക്സ്റ്റേണൽ ഇംപ്ലാന്റ് ഉണ്ട്, പിന്നെ ഇൻട്രയുറത്രൽ അല്ലെങ്കിൽ അവിടെ എടുക്കുന്ന ഇഞ്ചെക്ഷൻസ് ഉണ്ട്. ഇതെല്ലാം അവൈലബിൾ ആണ്. ഇതിലും നിൽക്കാത്ത കേസസ് ആണെങ്കിൽ അത് നമുക്ക് ചെയ്യേണ്ടി വരിക പെനൈൽ ഇംപ്ലാന്റ് സർജറിയാണ്. അതായത് നമ്മൾ ഈ പെനിസിലോട്ട് ഈ എറക്റ്റാവാനുള്ള ഇംപ്ലാന്റ് സർജറി ഇതിനകത്ത് വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ കറക്റ്റ് ഒരു ഡയഗ്നോസിസ്, അതിൻ്റെ ഒരു ഇവാലുവേഷൻ എടുക്കുക, എന്നിട്ട് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക.